നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തിന് വഴികാട്ടിയതായി മന്ത്രി എം പി രാജേഷ്. സാമൂഹ്യ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വിജ്ഞാന കേരളത്തിലൂടെ ഉണ്ടായതെന്നും മന്ത്രി. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ, പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂരിൽ. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഓച്ചിറയിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ്. നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തികൾ. സെപ്റ്റംബർ 20-ന് ട്രെയിനുകൾക്ക് നിയന്ത്രണം. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. സ്ത്രീകളെ കടന്നുപിടിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. പുനേനല്ലൂർ സ്വദേശി അൻവർ ഷയാണ് അറസ്റ്റിലായത്. സമാന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഇയാളെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തിന് വഴികാട്ടിയതായി മന്ത്രി എം പി രാജേഷ്. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ, പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വിജ്ഞാന കേരളത്തിലൂടെ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക തലത്തിൽ തൊഴിൽ നൽകാനായി വിജ്ഞാന കേരളത്തിലൂടെ മൈക്രോ മെഗാ തൊഴിൽ മേളകളും സംഘടിപ്പിക്കുന്നുണ്ട്. അയൽക്കൂട്ടാടിസ്ഥാനത്തിൽ തൊഴിൽ കണ്ടെത്തി വിജ്ഞാന കേരളത്തിലൂടെ നൈപുണ്യ പരിശീലനവും നൽകുന്നു. സമഗ്രവും ചിട്ടയോടെയുള്ളതും ആസൂത്രിതവുമായ പ്രവർത്തനമാണ് കുടുംബശ്രീ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ, പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂരിൽ നിർവഹിക്കുകയായിരുന്നു എം പി രാജേഷ്. 2025 ഏപ്രിലിലാണ് പത്തനംതിട്ടയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഓഗസ്റ്റ് 30 ആയപ്പോഴേക്കും നാം കൈവരിച്ചത് 5286 പ്ലേസ്മെൻറ്റുകളാണ്. ലക്ഷ്യമിട്ടിരുന്നത് 5000 5000 എന്ന ലക്ഷ്യം മറികടന്ന് 5286 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ആകെ കണ്ടെത്തിയ തൊഴിലിൻ്റെ എണ്ണം 8049 വിവിധ തലങ്ങളിലായി. ജില്ലാതലത്തിൽ 5000-ത്തിലധികം തൊഴിലുകളുണ്ട്. ബ്ലോക്ക് തലത്തിൽ 300 ചില്ലാനം തൊഴിലുകളാണ്. തദ്ദേശ സ്ഥാപന തലത്തിൽ 2500. എല്ലാം കൂടി 8049 തൊഴിൽ കണ്ടെത്തി 5286 പേർക്ക് തൊഴിൽ ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞു. മാത്യു ടി തോമസ് MLA അധ്യക്ഷത വഹിച്ചു. അങ്ങനെ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ തുടർച്ചയായി വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന ആശയം ഫലകരമായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച് ഇന്ന് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിനായി ഇത് മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ആനുപാതികമായി നമ്മുടെ ജില്ലയിൽ ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെയും വിജ്ഞാന പത്തനംതിട്ടയുടെയും വിജ്ഞാന കേരളയുടെയും ഒക്കെ ആശയം രൂപപ്പെട്ടത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ മനസ്സിലാണ്. നൂതനമായ നിരവധി ആശയങ്ങൾ കേരളത്തിൽ ഫലകരമായി നടപ്പാക്കിയതിൻ്റെ പൈതൃകം അദ്ദേഹത്തിനുണ്ട് എന്നത് നിസ്സംശയം പറയാൻ കഴിയും. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സേവനശ്രീ ലോഗോ പ്രകാശനം ചെയ്തു. പ്രാദേശിക തൊഴിൽ രേഖാ പ്രകാശനവും മുഖ്യപ്രഭാഷണവും വിജ്ഞാന കേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച CDS, ADS, അയൽക്കൂട്ടം, ഓക്സിലറി ഗ്രൂപ്പ്, GRC സംരംഭക ഗ്രൂപ്പ്, വ്യക്തിഗത സംരംഭക ഗ്രൂപ്പ്, ബഡ്സ്, BRC എന്നിവയുടെ അവാർഡ് ദാനവും ചടങ്ങിൽ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, ജിജി മാത്യു, അടൂർ നഗരസഭാ ചെയർപേഴ്സൺ മഹേഷ് കുമാർ, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS സനീഷ് മോൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PS മോഹനൻ, S രാജേന്ദ്ര പ്രസാദ്, സുശീല കുഞ്ഞമ്മ കുറുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ. ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമായി കുണ്ടറയിൽ അദാലത്ത് സംഘടിപ്പിച്ചു. PC വിഷ്ണുനാഥ് MLAയുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടത്തിയത്. PC വിഷ്ണുനാഥ് MLAയുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമായി അദാലത്ത് സംഘടിപ്പിച്ചത്. തീർപ്പാക്കാൻ കഴിയാവുന്ന പരാതികൾ തത്സമയം തീർപ്പ് കൽപ്പിക്കുകയും സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ട പരാതികൾ അതാത് വകുപ്പുകൾ വഴി സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു.
നിയമപരമായ പരിഹാരം ആവശ്യമായ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും PC വിശ്വനാഥ് MLA പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് കാര്യത്തിൽ സഹായിച്ച എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത് നമ്മൾ തുടർന്നും ചെറിയ ഇടവേളകളിൽ ഇതുപോലത്തെ അദാലത്തുകൾ നടത്തി ഇപ്പോൾ കിട്ടിയ പരാതികളിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ അവരെ കൃത്യമായി പരാതി തന്ന ഓരോ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നമ്മൾ അറിയിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് നേരിട്ട് പരിഹരിക്കാൻ കഴിയുമായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഞ്ചായത്തുമായിട്ടും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടത് നേരിട്ട് തന്നെ പരിഹരിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ തുടർ നടപടികൾ പരാതി നൽകിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അത് അറിയിക്കുന്നതായിരിക്കും. നിയമപരമായി തടസ്സമുള്ള കാര്യങ്ങളുണ്ട്. കാരണം നിലനിൽക്കുന്ന നിയമങ്ങൾ അനുവദിക്കാത്ത പ്രശ്നങ്ങളുടെ മേലുള്ള പരാതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിയമസഭയിൽ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പം നിലനിൽക്കുന്ന നിയമങ്ങൾ കാരണം ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അത് ഗവൺമെൻറ് നിയമനിർമ്മാണത്തിൽ കൂടി അതിന് പരിഹാരം കണ്ടെത്തേണ്ട പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും ആണ് തീരുമാനിച്ചിട്ടുള്ളത്. റവന്യൂ, തദ്ദേശ സ്വയംഭരണം, വിദ്യാഭ്യാസം, വാട്ടർ അതോറിറ്റി, പോലീസ്, KSRTC, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ റെയിൽവേ അടിപ്പാതയിൽ പൈപ്പ് പൊട്ടി ജലമൊഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. പരിഹാരം കാണാതെ അധികൃതർ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പുനലൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം പൂർത്തിയായത്. നിരവധി വാഹനങ്ങളാണ് പുനലൂർ റെയിൽവേ അടിപ്പാത വഴി കടന്നു പോകുന്നത്. അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പൈപ്പ് പൊട്ടി. ജലം പാഴായി തുടങ്ങിയെങ്കിലും പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്ന കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. സ്കൂളുകളിലേക്കും ദേവാലയങ്ങളിലേക്കും പോകാനുള്ള പ്രധാന പാത കൂടിയാണിത്. രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അടിപ്പാതയുടെ ഇരുവശങ്ങളിലായി നടപ്പാത ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അവയും തകർന്ന നിലയിലാണ്. ഇതിന്റെ സ്ലാബുകൾ തകർന്നു കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വീഴുന്നതും പതിവാണ്. അടിപ്പാതയ്ക്കുള്ളിൽ വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. അടിപ്പാതയുടെ തകർന്ന ഭാഗങ്ങൾ നവീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കായംകുളത്ത് ആക്രിക്കടയ്ക്ക് നേരെ തോട്ടയെറിഞ്ഞ ആക്രമണം. ഐക്യ ജംഗ്ഷനിലെ ആക്രിക്കടയുടെ ഓഫീസിലേക്കാണ് തോട്ടയെറിഞ്ഞത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ പറഞ്ഞു. കായംകുളത്താണ് ആക്രിക്കടയ്ക്കു നേരെ തോട്ടയെറിഞ്ഞ് ആക്രമണം നടത്തിയത്. ബൈക്കിലെത്തിയ യുവാക്കളാണ് ഐക്യ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആക്രിക്കടയിലേക്ക് തോട്ടയെറിഞ്ഞത്. 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ സുൽഫി പറഞ്ഞു. സംഭവത്തിൽ കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, കായംകുളം. പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ CPO മുളവന സ്വദേശി വിനീതാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. മുളവനയിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുളവന ചൊക്കംകുഴി വിനീത് ഭവനിൽ ചന്തു എന്ന വിനീതാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കിഴക്കേക്കല്ലട പോലീസ് സ്റ്റേഷനിലെ CPO ആണ് വിനീത്. കുണ്ടറ പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിനീതയാണ് ഭാര്യ. ആദിത്യ മകളാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഹരിതകർമ്മസേനയ്ക്ക് സാധനങ്ങൾ ശേഖരിക്കാൻ വാഹനം വാങ്ങി നൽകി KMML. 8.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സാധനങ്ങൾ വാങ്ങിയത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനായാണ് KMML വാഹനം വാങ്ങി നൽകിയത്. മെറ്റീരിയൽ കളക്ഷനു വേണ്ടി 8.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വാഹനം വാങ്ങിയത്. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. തീർച്ചയായിട്ടും പൊന്മന പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ തുടർന്നു കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ KMMLന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകണം. അതൊരു വലിയ പഞ്ചായത്താണ്. പൊന്മന പഞ്ചായത്ത് എന്ന് പറയുമ്പം ഇത്രയും വലിയ പഞ്ചായത്തിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഭരണസമിതിയുടെ മുഴുവൻ സമയ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിജയം നേടുവാൻ സാധിച്ചത്.
ഇപ്പം നമുക്ക് പന്മന പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഡബിൾ ചേംബർ ഇൻസിനേറ്റർ എന്നുള്ളൊരു സംവിധാനം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നാളായി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്ഥലത്തിൻ്റെ ലഭ്യത ഇല്ലാത്തതിനാൽ പ്രവൃത്തി ചെയ്യാൻ പറ്റാതെ പോയി. ഈ ഹരിതകർമ്മ സൈനികാംഗങ്ങളുമായിട്ട് ഗുണപ്പെടുന്ന കാര്യമാണ്. കാരണം കത്തിച്ച് കളയാൻ പറ്റുന്ന വേസ്റ്റുകൾ നമുക്കിനി ദൂരെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ കത്തിച്ച് കളയാം. അപ്പോൾ അതിന് സ്ഥലമില്ലാത്തതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഹരിതകർമ്മ മിഷൻ്റെ ഡയറക്ടർ നേരിട്ട് കളക്ടറെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗസ്റ്റ് ഹൗസിന് തെക്ക് വശത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള പോലീസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഭൂമിയാണ്. അതിൽ 10 സെൻറ്റ് സ്ഥലം ഈ ഡബിൾ ചേംബർ ഇൻസിനേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. KMML MD P പ്രദീപ് കുമാർ വാഹനത്തിന്റെ താക്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീകലയ്ക്ക് കൈമാറി. വാഹനം വാടകയ്ക്കെടുത്തായിരുന്നു നിലവിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം. പുതിയ വാഹനം ലഭിച്ചതോടെ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ CP സുധീഷ് കുമാർ, S സോമൻ, KMML HR യൂണിറ്റ് ഹെഡ് MU വിജയകുമാർ, P&A ഡിപ്പാർട്ട്മെന്റ് ഹെഡ് AM സിയാദ്, PRO PK ഷബീർ, പന്മന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ഫിലിപ്പ്, VC രതീഷ് കുമാർ, R ശ്രീജിത്ത്, S അനിൽ, J മനോജ് മോൻ, F ജോയി, ജയചിത്ര, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. KMLനെ സംബന്ധിച്ചോളം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളുമായിട്ടുള്ള അതിനെല്ലാം പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. നമ്മൾ CSR ഫണ്ട് ചെലവഴിക്കുന്നതിനകത്ത് നമ്മുടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ആ ഫണ്ട് ഉപയോഗിക്കാനാണ് നമ്മൾ ശ്രമിക്കും. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഫണ്ട് എങ്ങനെ നമുക്ക് മുഴുവനായും നൽകാം എന്നുള്ള ചിന്തയിലേക്ക് വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഫണ്ടിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ നടത്തി മുഴുവൻ തുകയായ 8 ലക്ഷം രൂപയും അനുവദിക്കാനായിട്ട് KMMLന് കഴിഞ്ഞു. അതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്നുള്ള നിലയിൽ നമുക്കൊരു വാഹനം വാങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേരളം ഒട്ടാകെ വളരെ ശ്ലാഘനീയമായുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വരുത്താനായിട്ട് ഹരിതകർമ്മ സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഓച്ചിറയിൽ ഉജ്ജ്വല സ്വീകരണം. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ സ്വീകരണ പരിപാടി ഓച്ചിറയിൽ നിന്നുമാണ് ആരംഭിച്ചത്. ക്ലാപ്പന, കുലശേഖരപുരം എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഓച്ചിറയിൽ CR മഹേഷ് MLA നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന കേരള സാഹസ് യാത്രയ്ക്കാണ് ഓച്ചിറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം നൽകിയത്. കരുനാഗപ്പള്ളി നിയോജകമണ്ഡല ഉദ്ഘാടനം ഓച്ചിറയിൽ നടന്നു. അമ്മൻകുടം, കാവടിയാട്ടം, ചെണ്ടമേളം, കൈകൊട്ടിപ്പാട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെയാണ് ഓച്ചിറയിൽ കേരള യാത്രയെ സ്വീകരിച്ചത്. സ്വീകരണ സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്. ആ ഒരു അവസരം പുരുഷന്മാരെ എല്ലാം മാറ്റി നിർത്തി, കഴിവുള്ള ഒരുപാട് പേരെ മാറ്റി നിർത്തിക്കൊണ്ട് ദേശീയ നേതൃത്വം ജെബിയിൽ കണ്ട ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി കൂടുതലുകൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് മികവ് കൊണ്ടാണ് ഇന്ത്യൻ രാജ്യസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭാ അവസരം കൊടുത്തത്. ജെബി മേത്തർക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച അംഗീകാരമായി ഞാൻ കാണുന്നില്ല. കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും ലഭിച്ച ഒരു അംഗീകാരമാണ്. ജെബിയെ ചോദിച്ചിട്ട് കിട്ടിയതല്ല, ജെബിയെ കണ്ടെത്തുകയായിരുന്നു. പ്രതികളെ മാത്രമല്ല വാദികളെയും മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന പോലീസായി കേരളത്തിലെ പോലീസ് മാറിയെന്നും പരിഷ്കൃത നാട്ടിൽ അപരിഷ്കൃത പോലീസ് സേനയായി കേരളത്തിലെ സേനയെ മാറ്റിയെന്നും MLA കുറ്റപ്പെടുത്തി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് S ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ജെബി മേത്തർ MP മറുപടി പ്രസംഗം നടത്തി. കേസുകളിൽ കൊടുക്കാനുള്ള ശ്രമങ്ങളുമായി നമ്മുടെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും യുവജനങ്ങളെയും ഒക്കെ അടിച്ചമർത്തുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നിത്യസംഭവങ്ങളായി മാറുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂരിലെ കുന്നംകുളത്തെ സുജിത്ത്, ഞാൻ പോയി കണ്ടതാണ് സുജിത്തിനെ. ആ സുജിത്ത് നേരിടേണ്ടി വന്ന ആ വീഡിയോ, CCTV ദൃശ്യങ്ങൾ നമ്മളെ ഞെട്ടിച്ചു. പക്ഷേ സുജിത്തുമായി സംസാരിച്ചപ്പോൾ, സുജിത്തിന്റെ സഹപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അത് ഒരറ്റം മാത്രമാണ്. CCTV ഇല്ലാത്ത ഇടങ്ങളിൽ അതിനേക്കാൾ ക്രൂരമായാണ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശനൻ, LK ശ്രീദേവി, സംസ്ഥാന സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ, L അനിത, BS വിനോദ, മീര സജി, അൻസാറെ മലബാർ, B സെവന്തികുമാരി, മാരിയത്ത്, സുനിത സലിംകുമാർ, ചിറ്റമൂല നാസർ, മണ്ണേൽ നജീബ്, KA ജവാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ സാഹസ് യാത്രയ്ക്ക് കുലശേഖരപുരം വള്ളിക്കാവിലും ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്.
വള്ളിക്കാവിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ജാഥയാണ് ഇന്ന് ഈ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ എത്തിയിട്ടുള്ളത്. ഈ ജാഥയുടെ പേര് തന്നെ സാഹസിക യാത്ര എന്നാണ്. ഞാൻ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞ് എന്നോട് 2 കോൺഗ്രസിന്റെ നേതാക്കൾ, ഞാൻ പേര് പറഞ്ഞാൽ ഒന്ന് അൻവർ സാദത്ത് MLAയും ഒന്ന് മാത്യു കുഴൽനാടനും എന്നോട് പറഞ്ഞത്, ഒരു ദേശീയ ഭാരവാഹി എന്നുള്ള നിലയിൽ ജബി മേത്തർ പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കാൻ കഴിയണം എന്നാണ് പറഞ്ഞത്. കാരണം വലിയ ബഹളങ്ങളില്ലാതെ സംഘടന ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടെ വ്യക്തതയോടെ ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ജബിക്ക് ഉള്ളത്. അതുകൊണ്ട് അത് നീ ഫോളോ ചെയ്താൽ നിനക്ക് നാളുകളിൽ ഈ സംഘടനയ്ക്കും നിനക്കും ഗുണമാകുമെന്ന് അവർ പറഞ്ഞ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ക്ലാപ്പന തോട്ടത്തിൽ മുക്കിൽ നൽകിയ സ്വീകരണം അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്തു. കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നു. കേരളത്തിലെ മുഴുവൻ ബ്ലോക്കിലും കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ട് നിർത്തുമെന്ന്. അവിടെ നിർത്തിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തുകളിൽ കമ്മിറ്റി പ്രഖ്യാപിക്കുന്നു. ഇപ്പം ഏതാണ്ട് 6 മാസം പിന്നീടാണ്. നിങ്ങൾക്കെല്ലാം ഇന്ന് 9 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് പിന്നെ തുടങ്ങേണ്ട പരിപാടി വൈകിയപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും. 9 മാസത്തിലിടയ്ക്ക് പാർലമെന്റിലൊക്കെ പോയതുകൊണ്ട് ഞാനുള്ള കണക്കാണ് പറയുന്നത്. 6 മാസം അതിൻ്റെ ഇടയ്ക്ക് ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞാൻ 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ചെറിയ യാത്രയല്ല, അത് ചെറിയ കാര്യമല്ല. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ മണ്ഡലം ജില്ലാ നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പത്തനാപുരം കടക്കാമൺ സ്വദേശി ശരത്താണ് അറസ്റ്റിലായത്. മോഷ്ടിച്ച ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ച് വരികയായിരുന്നു ഇയാൾ. പത്തനാപുരം കടക്കാമൺ സ്വദേശി ശരത്തിനെയാണ് പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച ബൈക്ക് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിക്കുകയായിരുന്നു ഇയാൾ. പത്തനാപുരം സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ SI ബിജു GS നായർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പത്തനാപുരം SHO R ബിജുവിന്റെ നേതൃത്വത്തിൽ SIമാരായ സന്തോഷ്, ടോമിൻ ജോസ്, ASI അക്ഷയ്, CPO വിഷ്ണു, ബോബിൻ, അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മോഷണം പോയ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. നെല്ലിപ്പള്ളിക്ക് സമീപത്തു നിന്നുമാണ് മോഷണം പോയ ബൈക്ക് കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ നാടകോത്സവം വെള്ളിയാഴ്ച മുതൽ 16 വരെ AVHSൽ നടക്കും. VA ശങ്കരൻ പോറ്റി, CR മനോജ് എന്നിവരുടെ സ്മരണയ്ക്കായാണ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. 12-ന് CR മഹേഷ് MLA നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. തഴവ ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റിയുടെ VA ശങ്കരൻ പോറ്റി CR മനോജ് സ്മാരക നാടകോത്സവത്തിനാണ് വെള്ളിയാഴ്ച തഴവ AVHS ജംഗ്ഷനിൽ തുടക്കമാകുന്നത്. 16 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. 12-ന് വൈകിട്ട് 5:30-ന് CR മഹേഷ് MLA നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നാടകങ്ങളുടെ പ്രാധാന്യം, സമിതികളുടെ പ്രാധാന്യം, മെഡിക്കൽ ക്യാമ്പുകൾ, സെമിനാറുകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെ സർവ്വ മേഖലകളിൽ നാടകോത്സവം മാത്രമായിട്ട് നമുക്ക് പോകട്ടെ, എല്ലാ മേഖലകളിലുള്ള ആളുകൾക്കും തുല്യ പ്രാധാന്യം നാടിന്റെ ഉത്സവമാക്കി മാറ്റുകയാണ് ആവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയും അതുപോലെ പൂർവാധികം ഭംഗിയായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തും. കലാരത്നം ആർട്ടിസ്റ്റ് സുജാതൻ മുഖ്യ അതിഥിയാകും. PB സത്യദേവൻ, VA ശങ്കരൻ പോറ്റി അനുസ്മരണം നിർവഹിക്കും. G ഹരികുമാർ അധ്യക്ഷത വഹിക്കും. കോഴിക്കോട് സങ്കീർത്തനയുടെ ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് നാടകം കൂടിയായിട്ടുള്ള കാലം പറക്കണം എന്ന് പറയുന്ന നാടകത്തിന്റെ അവതരണമാണ്. അതിനുശേഷം സെപ്റ്റംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാടകത്തിലെ നാട്ടുകാർ എന്ന ഒരു വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അന്ന് ആ നാടകത്തിലെ നാട്ടുകാർ എന്ന് പറയുന്ന സെമിനാറിലെ നാടക പ്രവർത്തകരുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് KPSCയുടെ നാടക ചരിത്രത്തെക്കുറിച്ച് വിശദമായ പുസ്തകം തന്നെ എഴുതിയിട്ടുള്ള ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസാറാണ്. എല്ലാ ദിവസവും രാത്രി 7 മുതലാണ് നാടകം നടക്കുന്നതെന്ന് പ്രസിഡന്റ് G ഹരികുമാർ, സെക്രട്ടറി K സാജൻ, ട്രഷറർ D ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്ത്രീകളെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്ന യുവാവ് അറസ്റ്റിൽ. ഉമയനെല്ലൂർ സ്വദേശി അൻവർഷയാണ് അറസ്റ്റിലായത്. സമാന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഇയാൾ. കഴിഞ്ഞ രാത്രി ഉമയനെല്ലൂർ കല്ലുകുഴിയിലായിരുന്നു സംഭവം. സ്കൂട്ടറിൽ പോവുകയായിരുന്ന മൈലാപ്പൂർ സ്വദേശിനിയെ ബൈക്കിൽ വന്ന ഉമയനെല്ലൂർ പട്ടരുമുക്ക് ആദിൽ മൻസിലിൽ അൻവർഷായാണ് കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ട ഇയാളെ യുവാക്കൾ പിന്തുടർന്നു. എന്നാൽ പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇരുചക്രവാഹനത്തിന്റെ നമ്പർ പരിശോധിച്ച പോലീസ് കഴിഞ്ഞ പുലർച്ചെ 3-ന് അൻവർഷായെ വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. കൊട്ടിയം, ഇരവിപുരം സ്റ്റേഷനുകളിൽ സമാനമായ കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് അൻവർഷ.
SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ അടങ്ങുന്ന പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സെപ്റ്റംബർ 20-ന് ട്രെയിനുകളുടെ യാത്രയിൽ മാറ്റം. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ട്രെയിനുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് ജോലികൾ നടക്കുന്നതിനാലാണ് 20-ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 6 ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് SMVT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ്, കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ മധുര അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടും. 3 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കോട്ടയത്ത് സർവീസ് അവസാനിപ്പിക്കും. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് സർവീസ് അവസാനിപ്പിക്കും. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ചങ്ങനാശ്ശേരിയിലും യാത്ര അവസാനിപ്പിക്കും. ട്രെയിനുകൾ പുറപ്പെടുന്നതിലും മാറ്റം വരുത്തിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 20-ന് രാത്രി 8:05-ന് കോട്ടയത്തു നിന്നുമായിരിക്കും പുറപ്പെടുക. ഗുരുവായൂർ മധുര എക്സ്പ്രസ് 21-ന് കോട്ടയത്ത് നിന്ന് പകൽ 12:10-നായിരിക്കും പുറപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KPCC മുൻ പ്രസിഡന്റ് വി പത്മരാജൻ ഫൗണ്ടേഷൻ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ കേരളത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച് UDF ബദൽ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. KPCC മുൻ പ്രസിഡന്റ് CV പത്മരാജൻ ഫൗണ്ടേഷനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തത്. ഇടതുമുന്നണിയുടെ വീഴ്ചകളെ UDF വിമർശിക്കുമ്പോൾ തന്നെ ബദൽ നിർദ്ദേശവും അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് നല്ല ഡിബേറ്റ് ചെയ്യട്ടെ. പ്രതിപക്ഷവും ഭരണകക്ഷിയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിൽ നല്ല രീതിയിൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നല്ല ഡിബേറ്റ്, നല്ല വാദപ്രതിവാദങ്ങൾ നടക്കട്ടെ. പക്ഷെ ആ വാദപ്രതിവാദങ്ങൾ അവസാനം അതിനൊരു ഔട്ട്കം ഉണ്ടാകണം, അതിനൊരു പര്യവസാനം ഉണ്ടാകണം. ആ പര്യവസാനത്തിൽ ബെനഫിഷ്യറീസ് ആവേണ്ടത്, ഗുണഭോക്താക്കളായി മാറേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ്. എല്ലാ ഡിബേറ്റുകളും അവസാനിക്കുന്നത് അങ്ങനെയാണ്, എല്ലാ ചർച്ചകളും അവസാനിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക്, ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും പൊതുരാഷ്ട്രീയ മണ്ഡലത്തിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഗൗരവതരമായ ധാരാളം വിഷയങ്ങൾ ഫോക്കസിലെത്തിക്കുക, അത് ഭരണകൂടത്തിൻ്റെയും ബ്യൂറോക്രസിയുടെയും എല്ലാവരുടെയും മുൻപന്തിയിൽ എത്തിച്ച് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് ബോധ്യപ്പെടുത്തി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം. രാഷ്ട്രീയത്തിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു CV പത്മരാജൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിലൂടെ അനുസ്മരിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA, NK പ്രേമചന്ദ്രൻ MP, PC വിശ്വനാഥ് MLA, ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി K ബേബിസൺ, വർക്കിംഗ് പ്രസിഡന്റ് സുധീഷൻ, KPCC ജനറൽ സെക്രട്ടറി MM നസീർ, സൂരജ് രവി, AK ഹഫീസ്, ദ്വാരക മോഹൻ, സജി പത്മരാജൻ എന്നിവർ പങ്കെടുത്തു. ഉള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ എത്തിച്ചേരുക എൻ്റെ കടമയാണ്, കർത്തവ്യമാണ്, ഒഴിവാക്കാൻ കഴിയാത്ത എൻ്റെ ഉത്തരവാദിത്തമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ബേബിസൺ വക്കീൽ ഞങ്ങളെല്ലാവരെയും അന്ന് ക്ഷണിച്ചതാണ്. അതിനിടയിലാണ് ഓർക്കാപ്പുറത്ത് പത്മനാഭ സാർ നമ്മളെ വിട്ടുന്നത്. ആരായിരുന്നു പത്മനാഭ സാർ എന്ന കൊല്ലത്തുള്ള നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, അഭിഭാഷക രംഗത്ത് നിസ്തുലമായ സേവനം നടത്തിയ മഹാനായ നേതാവ് തന്നെയാണ് ശ്രീ പത്മനാഭ സാർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തിന് വഴികാട്ടിയതായി മന്ത്രി MP രാജേഷ്. സാമൂഹ്യ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വിജ്ഞാന കേരളത്തിലൂടെ ഉണ്ടായതെന്നും മന്ത്രി. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ, പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂരിൽ. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഓച്ചിറയിൽ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പ്. നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ചിങ്ങവനം കോട്ടയം സെക്ഷനിൽ എഞ്ചിനീയറിംഗ് പ്രവൃത്തികൾ. സെപ്റ്റംബർ 20-ന് ട്രെയിനുകൾക്ക് നിയന്ത്രണം. നിരവധി ട്രെയിനുകൾ വഴിതിരിച്ചുവിടും. ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കും.
സ്ത്രീകളെ കടന്നുപിടിക്കാൻ ശ്രമം. യുവാവ് അറസ്റ്റിൽ. പൂമേനല്ലൂർ സ്വദേശി അൻവർ ഷയാണ് അറസ്റ്റിലായത്. സമാന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് ഇയാളെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.